ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഇസ്ലാമില് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞതെന്നറിയാമോ? ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത്ത്, അവരെ നിങ്ങൾ എഴുത്ത് പഠിപ്പിക്കരുത്. വലാ തുസ്കിനൂഹുന്നൽ ഖുസൂർ, അവരെ നിങ്ങൾ വാർക്ക് വീടുകളിൽ താമസിപ്പിക്കരുത്. വഅല്ലിമൂഹുന്നൽ ഖയാത്വത, അവരെ നിങ്ങൾ തുന്നൽ പഠിപ്പിക്കണം. അതായത് സ്ത്രീകൾ വിദ്യാസമ്പന്നരായാൽ, എഴുത്തും വായനയും പഠിപ്പിച്ചാൽ, അവർ അടുക്കളയുടെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ പിന്നാമ്പുറത്ത് മാത്രം ഒതുങ്ങിക്കൂടാതെ അവർ ഉമ്മറത്തേക്കിറങ്ങിയാൽ പലരുടെയും യഥാർത്ഥ ചിത്രം പുറം ലോകമറിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ദീർഘവീക്ഷണമുള്ള ആൾക്കാർ പറഞ്ഞു, സ്ത്രീകൾക്ക് മദ്രസയുടെ മീമ് ജഹന്നമിന്റെ മീമാണ്. മദ്രസ അതായത് സ്കൂള്, മദ്രസ, വിദ്യാഭ്യാസത്തിന്റെ അക്ഷരം അവർക്ക് നരകത്തിന്റെ അക്ഷരമാണ്. അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ട. കാരണം വിദ്യാഭ്യാസം കൊടുത്തു പോയാൽ അവർ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച്, അവരുടെ അർഹതകളെ സംബന്ധിച്ച് അവർ ചോദ്യം ചെയ്യും, അവർ നീതിക്കു വേണ്ടി വാദിക്കും. അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ട് പെണ്ണ് അകത്തേക്ക് എത്രമാത്രം അവളെ കറുത്ത ചാക്കിൽ പൊതിഞ്ഞു ചൂളക്കിരുത്താമോ അത്രത്തോളം അവളെ വേവിക്കുക. എന്നാൽ ജൂതനാരാമോൻ, ജൂതനെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഗുണ്ടകളും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും യാതൊരു രക്ഷയുമില്ല. അവർ പൂർവാധികം ശക്തിയോടുകൂടി പുതിയ പുതിയ സംവിധാനങ്ങളുമായി ലോകം കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ക്ലബ് ഹൗസിൽ വന്ന് മുസ്ലിം സ്ത്രീകൾ അവർക്കു നേരിട്ട ഗാർഹിക പീഡനങ്ങൾ, ഭർതൃപീഡനങ്ങൾ തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുമോ? പോലീസ് സ്റ്റേഷനിൽ ചെന്നാലല്ലേ കാക്കിയിട്ടവരുടെ പുരുഷാധിപത്യം കാണേണ്ടി വരൂ? ഒരു കേസുമായി, ഒരു കംപ്ലൈന്റുമായി ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ ലഭിക്കുന്നത് അവഗണനകളാണ്. പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യരല്ലാത്ത, വളരെ താണ സാമ്പത്തിക ശേഷിയോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ആൾക്കാരാണ് ചെല്ലുന്നതെങ്കിൽ പോലീസുകാർക്ക് ഒരുതരം പരിഹാസമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട്, പലരുടെ അനുഭവങ്ങളിലേക്ക് കടന്നു പോയത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പലപ്പോഴും അവിടെ ഒരാൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നില്ല. പുരുഷൻ അടിച്ചു, ഭർത്താവ് അടിച്ചു, അതല്ലെങ്കിൽ ഭർത്താവ് കൊല്ലാൻ നോക്കിയ, ഇനിയിപ്പോ എന്താ ഭർത്താവ് ഒന്ന് അടിച്ചെന്ന് പറഞ്ഞപ്പോ എന്താ പ്രശ്നം, അങ്ങനെ ചോദിച്ച പോലീസുകാരെ പോലും എനിക്കറിയാം. അപ്പോൾ ഏതാണ്ട് ക്ലബ് ഹൗസ് മുഴുവനും മുസ്ലിങ്ങൾക്ക് അടി കിട്ടിയ മട്ടാണ്. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ അല്ല, ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയുന്നു. കേൾക്കാം. കിടക്കാൻ നേരം ഇത് വായിക്കുകയൊക്കെ ചെയ്തിട്ട് അത് എടുത്തു വെക്കാനുള്ള സൗകര്യത്തിൽ ഞാൻ അന്വേഷിച്ചതാണ്. അതുകൊണ്ടാണ് എന്നെ അച്ഛത് അറിയോ. എന്നിട്ട് അടി കിട്ടി. ഇതിനൊക്കെ ഞാൻ പരാതി ഞാൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലും ബാക്കിയൊക്കെ പോട്ടെ, അതല്ലാത്ത ഈ പറയുന്ന ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവ് എന്നെ അടിച്ചത് കൊണ്ടാണ്. ഞാൻ എന്നോട് ചോദിച്ചു എന്തിനാണ് കേസ് എടുക്കാൻ പോയത്, നിനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറയണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവ് എന്നെ അടിച്ചത് കൊണ്ടാണ്. അപ്പൊ പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അടിക്കാൻ പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ടല്ലേ അടിച്ചത്, അടി കിട്ടാൻ അടി വാങ്ങാൻ നീ ബാധ്യസ്ഥയാണ്. ഇത് ഞാൻ കേട്ടതാണ്, എന്റെ സത്യമാണ്. ഞാൻ ഇവിടെ എന്റെ വീട്ടിലിരുന്നിട്ടാ പറയുന്നത്. ഒരു സ്ത്രീ വെറുതെ പറയുന്നതാണോ ഖുർആനിൽ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്? ഖുർആനിലേക്ക് പോകാം. നമ്മൾ ഈ കാണുന്നത് ഖുർആനിലെ 4-ാം അധ്യായം അൻ-നിസാ എന്ന് പറയുന്ന അധ്യായത്തിലെ 34-ാമത്തെ വാചകമാണ്. അർരിജാലു ഖവ്വാമൂന അലൻ-നിസാ ബിമാ ഫളലല്ലാഹു ബഅ്ലഹും അലാ ബഅ്ൽ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അതായത് അർരിജാലു, പുരുഷന്മാർ, ഖവ്വാമൂന, നിയന്ത്രണാധികാരമുള്ളവരാണ്, അലൻ-നിസാ, സ്ത്രീകളുടെ മേൽ, ബിമാ ഫളലല്ലാഹു ബഅ്ലഹും അലാ ബഅ്ൽ, അതെ, ഒരു വിഭാഗം ആൾക്കാർക്ക് മറ്റൊരു വിഭാഗത്തെക്കാൾ ശ്രേഷ്ഠത അല്ലാഹു നൽകിയത് കൊണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ശ്രേഷ്ഠത നൽകിയത്? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് കൊണ്ട്. ഇനി അള്ളാഹു പറയുന്നത് എന്താണെന്നറിയാമോ? ഫസ്വാലിഹാത്തു, നല്ലവരായ സ്ത്രീകൾക്ക് അള്ളാഹു ചില സർട്ടിഫിക്കറ്റ്സ് നൽകുന്നുണ്ട്. അവർ ഖാനിതാതുൻ ഹാഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അതാണ് അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ സൂക്ഷിക്കണം അവരുടെ അഭാവത്തില്. നല്ലവരായ സ്ത്രീകൾ, കുലസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ അനുസരണയുള്ളവരാണ്. ഇനിയും പറയുന്നതാണ് വളരെ വ്യക്തമായി നമ്മൾ അടിവരയിടേണ്ടത്. ഇവിടെ മുതലാണത്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, അവർ അനുസരണക്കേടു കാണിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫഅലൂഹുന്ന, അവരെ നിങ്ങൾ ഉപദേശിക്കണം. വഹ്ജുറൂഹുന്ന, അവരെ നിങ്ങൾ
ഉപേക്ഷിക്കണം, ഫിൽ മലാജിഇ അതായത് കിടപ്പറ ബഹിഷ്കരിക്കണം, വലിരിബൂഹുന്ന അവരെ നിങ്ങൾ അടിക്കുകയും ചെയ്തു കൊള്ളുക, ഫഇൻ അത്അനകും അവരിനി അനുസരണ കാണിച്ചാൽ ഫലാ തബ്ഉ അലൈഹിന്ന സബീല ഇനി അവളുടെ മേൽ നീ ഒരു മാർഗവും സ്വീകരിക്കണ്ട. ഇന്നല്ലാഹ കാന അലിയൻ കബീറ അയ്യോ അള്ളാഹു ഉന്നതനും വലിയവനുമാണ് കേട്ടാ. ഇനി അതിൻ്റെ മലയാളം നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമുണ്ടോ എന്ന് നോക്കാം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേടു കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. ഒരു പരിശുദ്ധ ഖുർആൻ കാരുണ്യവാനായ അള്ളാഹു നേരിട്ട് ആകാശത്ത് നിന്ന് ഇറക്കി തരുന്നതാണ് ഈ നിയമം. അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ടവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാണ്. അതുമാത്രമാണ് ആകെ സമാധാനമുള്ളത്. അള്ളാഹു ഉന്നതനുമാണ് മഹാനുമാണ്, അല്ലെന്നാരും തെറ്റിദ്ധരിച്ചു പോകരുത്. രണ്ട് വിഭാഗത്തെ സൃഷ്ടിക്കുകയും ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ കൂടുതൽ കഴിവ് നൽകുകയും എന്നിട്ട് അതെടുത്ത് പറഞ്ഞുകൊണ്ട് മറുവിഭാഗത്തെ ഈ വിഭാഗത്തെ കൊണ്ട് നിയന്ത്രിക്കുകയും പുച്ഛിപ്പിക്കുകയും അടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അള്ളാഹു ദുരന്തമല്ലേ പടച്ചോനെ. നീ ഇല്ലാത്തതാണ് നിന്റെ മാനത്തിന് നല്ലത്. കാരണം ഇത്രയും മാനം കെട്ട ഒരു രക്ഷിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ആരോടെങ്കിലും പരിചയപ്പെടുത്താൻ തന്നെ വിഷമമാണ്. കാരണം ഇങ്ങനെയുള്ളവനാണ് നമ്മുടെ പടച്ചോൻ. എങ്ങനെയാ പറയാൻ പറ്റുന്നത്? എന്നിട്ട് പടച്ചോൻ എന്താ പറഞ്ഞത്? അവളെ നീ ഉപദേശിക്കണം. അതായത് നിങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുമെന്നു നീ ഭയപ്പെടുന്ന പക്ഷം, അവൾ നിന്നോട് അനുസരണക്കേടു കാണിക്കുമെന്നു നീ ഭയന്നാൽ ഫഇലൂഹുന്ന അവളെ നീ ഉപദേശിക്കുക. അതായത് ഒരാണും പെണ്ണും തമ്മിൽ വഴക്കു കൂടിയാൽ അവള് തന്നെയാണ് കുറ്റക്കാരി, അവളും മാത്രമാണ് കുറ്റക്കാരി എന്ന് വാനലോക രക്ഷിതാവ് സാക്ഷ്യപ്പെടുത്തി സീലടിച്ചു വിടുക. പുരുഷന്റെ പക്ഷത്ത് ഒരു തെറ്റുമില്ല. പുരുഷ പടച്ചോൻ അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. അങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്നിട്ട് അടുത്തത് പറയാണ് വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ കിടപ്പറയിൽ നിന്ന് വിട്ടുനിന്നോ. ഇയാൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ആരോടാ പറയുന്നത്? പ്രവാചകനോടാ. സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ദാനം കിട്ടിയവരെമ്പാടുമുണ്ട്. പിന്നെ സമ്മാനം കിട്ടിയതുമുണ്ട്. പിന്നെ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടം പോലെ മാമലക്കത്ത് അയ്മാനുക്കും വലങ്കൈ ഉടമപ്പെടുത്തിയ യുദ്ധത്തിൽ നേടിയ സ്ത്രീകളും എമ്പാടുമുണ്ട്. അപ്പൊ പിന്നെ ഒരുത്തിയുമായിട്ട് പിണങ്ങി കടപ്പറയിൽ നിന്ന് ബഹിഷ്കരിച്ചാൽ ഇയാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൾക്ക് വേറൊന്നും ഇല്ലല്ലോ. അവൾ അവിടെ കിടന്ന് കരയാന്നുള്ളതല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നത്. അത് കേട്ട് എന്താ പറഞ്ഞേ? വലിരിബൂഹുന്ന അവളെ നിങ്ങൾ അടിക്കുക. ഇനി അവൾ അനുസരിച്ചാൽ വലാത്ത തബ്ഉ അലൈഹിന്ന സബീല ഇനി ഒരു മാർഗവും സ്വീകരിക്കണ്ട. അതായത് അടിച്ചേതാണ്ട് ഒരു അറ്റം എത്തിക്കഴിഞ്ഞു. ഇതിന് വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് മുഖത്തടിക്കരുത്, അടയാളം ഉണ്ടാകുന്ന രീതിയിൽ അടിക്കരുത്. എന്നാൽ ഇമാം അത്വബിരിയെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് എല്ലൊടിയാതിരുന്നാ മതി. അടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അടിച്ച് തല പൊട്ടിക്കുന്നത് കൊണ്ടോ കണ്ണു പൊട്ടിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല. എല്ല് അതൊന്ന് നോക്കണം. എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് പഠിച്ചോൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന സ്ത്രീകൾ പുറത്തു പറയുന്നത് മതത്തിലില്ലാത്ത വസ്തുതകളാണോ? ഇനി നമുക്ക് ക്ലബ് ഹൗസിലേക്ക് തന്നെ മടങ്ങാം. കുട്ടികൾ കേൾക്കുന്നുണ്ട്. ഇല്ല, ഇപ്പൊ ഹസ്ബൻഡ് അടിച്ചതാണ് കുറ്റമാണെങ്കിൽ ഹസ്ബൻഡിനെ പിടിച്ച് 5-6 അടി കൊടുക്കുക. അതല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പോലീസിന് കേസ് കൊടുക്കുക. ഭർത്താവ് അടിച്ചാൽ ഭർത്താവിനെ തിരിച്ചടിക്കാൻ പ്രവാചകൻ എവിടെ പഠിപ്പിച്ചു? എവിടെ പഠിപ്പിച്ചു? പ്രവാചകൻ പഠിപ്പിച്ചതും പടച്ച റബ്ബ് പഠിപ്പിച്ചതുമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കണ്ടില്ലേ? എവിടെയും ഉണ്ടാകും ഇങ്ങനെ കുറെ വ്യാഖ്യാന കസർത്തുകാരും പെയിന്റടിക്കാരും. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇസ്ലാമിക നിയമമല്ലേ വേണ്ടത്, അല്ലാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചത് എന്തൊക്കെയാണ് പറയുന്നത്? ഇസ്ലാമിക നിയമത്തിന് നമുക്ക് അടിസ്ഥാനമായിട്ട് അനുസരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നതല്ലേ. ഭരണാധിപന്മാരെ അനുസരിക്കാനും പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ. അതെ, കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിനൊരു ഉത്തരം തരാം. ഭരണാധികാരികളെ അനുസരിക്കാനെന്നല്ല പറഞ്ഞത്.
അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണമെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷ എന്താണ്? പോകാം ഖുർആനിലേക്ക്. നമുക്ക് ചില ഖുർആൻ വാചകങ്ങൾ പരിശോധിക്കണം. ആദ്യമായിട്ട് നോക്കേണ്ടത് 33-ാം അധ്യായമാണ്, അൽ അഹ്സാബ്. അതിലെ 21-ാമത്തെ വാചകത്തിൽ അള്ളാഹു എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്തു വരുന്നവർക്ക്, അതായത് പ്രവാചകൻ എന്താണോ ചെയ്തത് അതിൽ ഉത്തമമായ മാതൃക ഉള്ളത് ആർക്കാണ്? അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്ക്, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്ക്. നാളെ മരിക്കും, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് പോകണം 3-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായമായ ആലു ഇമ്രാനിലെ 31-ാമത്തെ വാചകം കൂടി നമുക്കൊന്ന് നോക്കണം. 31. നബിയെ പറയുക, നിങ്ങൾ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. അതാണ് ആകെയുള്ള സമാധാനം. ഇനി നമുക്ക് പോകേണ്ടത് അധ്യായം 4-ലേക്കാണ്. 4-ാം അധ്യായത്തിലെ 80-ാമത്തെ വാചകത്തിൽ അള്ളാഹു എന്താണ് പറയുന്നത് എന്ന് നോക്കണം. 80. അള്ളാഹുവിൻ്റെ ദൂതനെ ആര് അനുസരിക്കുന്നുവോ തീർച്ചയായും അവൻ അള്ളാഹുവെ അനുസരിച്ചു. ആര് പിന്തിരിഞ്ഞുവോ അവരുടെ മേൽ കാവൽക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവും എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. നമുക്കിനി നോക്കേണ്ടത് അധ്യായം 4 തന്നെയാണ്. അതിലെ 33 നമുക്കൊന്ന് നോക്കാം. 4-ാം അധ്യായം, 5ആണ്. 5-ാം അധ്യായത്തിലെ 33 നോക്കിക്കോളൂ. അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്തവർക്ക് കനത്ത ശിക്ഷയുമുണ്ടായിരിക്കും. എവിടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞത്? അപ്പോൾ ജോസഫ് മാഷ്ടെ കൈവെട്ടിയത് മതപരമായ നിയമം തന്നെയല്ലേ? ഖുർആനിൻ്റെ നിയമം തന്നെയല്ലേ അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്? മതപ്രമാണങ്ങളൊന്ന് വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് പലപ്പോഴും പലരും വ്യാഖ്യാനിക്കാൻ വരുന്നത്. കണ്ടില്ലേ, പ്രവാചകൻ പറഞ്ഞത്ര അവനെ തിരിച്ചടിച്ചോളാൻ. ഖുർആൻ എന്താണ് പറഞ്ഞത് നമ്മൾ കണ്ടതാണല്ലോ. ബാക്കി കേൾക്കാം. അതായത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഇന്ത്യൻ നിയമപ്രകാരം അടിച്ചാൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. കേസ് കൊടുക്കലോ എന്നെ അടിച്ചാളെ നേരിടാനുള്ള കായിക ബലം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അത് കേസ് അതിന്റെ വഴിക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ എനിക്കൊരടി കിട്ടി. ഈ സാധനം വെച്ചോണ്ട് ഇനി പിന്നെയും കിട്ടുകയാണ് ആളുകൾക്ക്. നാളെ എന്റെ കുട്ടിക്ക് കിട്ടും, അല്ലെങ്കിൽ എന്റെ അയൽവാസിക്ക് കിട്ടും, എന്റെ സുഹൃത്തിന് കിട്ടും. കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരാളെ നിൽക്കുന്നില്ല. എന്നെ പോലെ റേറ്റുള്ള ആളുകൾ ഉണ്ടാവില്ല. ഇത് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു നടക്കാം. ഞാനൊരു 1000 തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം. എന്നിട്ട് അതിന് നടക്കാൻ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. അത് എന്റെ കാര്യം. ഇതുപോലെ ഈ ഖുർആനും പിടിച്ചോണ്ട് വന്നിട്ട് തട്ടം തലേന്ന് വീണ് പോയി എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ 6 മണിക്ക് വീട്ടിലെത്തണം എന്ന് പറഞ്ഞ ആള് 7 മണിക്ക് വീട്ടിലെത്തി എന്ന് പറഞ്ഞിട്ടോ ഇട്ടിട്ട് പൂശാൻ വേണ്ടിയിട്ട് നിന്നൊടുക്കാനുള്ള സ്ത്രീജന്മം ഞങ്ങൾ പറയുന്നുള്ളൂ. അത്രേ പറയുന്നുള്ളൂ. അല്ലാതെ ഇത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കേസ് കൊടുത്തൂടെ, എന്നാ പിന്നെ നിങ്ങൾക്ക് കേസ് കൊടുത്തൂടെ എന്നല്ല. മുസ്ലിം നിങ്ങൾ മാനവികതയുടെ മതമൊന്നും സ്ത്രീകൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടു കൊടുക്കുന്ന മതമൊന്നും പറയുമ്പോ
അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ഇതിൽ നിന്ന് അനുഭവിച്ചത് ഇങ്ങനെയാണ് എന്ന് പറയുകയും ഇനി ഇതിന്റെ ഞങ്ങളുടെ ബാക്കി വരുന്ന കുട്ടികൾക്ക് ഇത് പുറത്തു വന്ന് ഇസ്ലാമെന്ന് പുറത്തു വന്നിട്ട് അവരെല്ലാവരും നിരീശ്വരവാദികളായിട്ട് പോകണമെന്നൊന്നും ആരും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ അവകാശങ്ങളെ തിരിച്ചറിയാനും അവർക്ക് അടി കിട്ടാതിരിക്കാനും അത് യോഗ്യതയാക്കിയിട്ടാണ് അവർ പറയുന്നത്. നിനക്ക് അടി കിട്ടാനുള്ള യോഗ്യതയുണ്ട്, കാരണം നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കുന്നില്ല, നിന്റെ ഭർത്താവിന്റെ സ്വത്തുക്കൾ സൂക്ഷിക്കുന്നില്ല, നിന്റെ ഭർത്താവിന്റെ അവകാശം നീ ഒന്നും ചെയ്യുന്നില്ല, നിന്റെ ഭർത്താവിന് നീ വഴിപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിന്റെ ഭർത്താവിനെ വഴിപ്പെടാതിരിക്കുക എന്നത് ഒരു സ്ത്രീക്ക് ഒരു ഭാര്യക്ക് അടി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് തോണ്ടി നോക്കല്ല ചെയ്യുന്നത്. എന്നെ മാത്രല്ല, ഇത് ഒരുപാട് പേരുണ്ട്. ഞാൻ അതിന്റെ പ്രതിനിധീകരിക്കുന്ന വായ തുറന്ന് സംസാരിക്കാൻ കുറച്ചെങ്കിലും പേടിയില്ലാത്ത, നാളെ ഇത് റെക്കോർഡ് ചെയ്ത് വേറെ പലയിടത്തും കേൾപ്പിക്കുമ്പോഴും അങ്ങനെയാണ്, ഞാനിത് സത്യമാണ് പറയുന്നത്, ഇവിടെ വന്ന് അന്വേഷിച്ചോളൂ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നവർക്ക് മാത്രം ഒരു പറ്റം ആളുകളുടെ പ്രതിനിധി ആയിക്കൊണ്ട് പറയാൻ കിട്ടിയ ഒരു ചാൻസിൽ ഒരു സാഹചര്യത്തിൽ വന്ന് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പറയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇനിയും അടി കിട്ടാതിരിക്കാൻ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. ഇത് ഇങ്ങനെയാണ് പറയുന്നത്. ഇതിൽ വ്യക്തമായി എഴുതി വെച്ച കാര്യമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. എത്രത്തോളം അടിച്ചിട്ട് എല്ല് പൊട്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന അത്രത്തോളം, നിന്റെ എല്ല് പൊട്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന അത്രത്തോളം മതം എന്ന് പറയുന്നത്. സ്ത്രീക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ അവരപ്പോ ആ ഭർത്താവിനെ അടിച്ചു പുറത്താക്കും. എങ്ങനെ അറേബ്യയിൽ, ഇന്ത്യയിലുള്ള അതുപോലെ കേരളത്തിലുള്ള സാധാരണ സ്ത്രീകൾക്ക്, അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജാതിക്കാർക്കും മതക്കാർക്കും സംഭവിക്കുന്നതാണിത്. കാരണം അവർക്ക് ഭർത്താവ് പോയാൽ വേറെ എന്ത് ചെയ്യാം, ഒരു നിവർത്തിയില്ല, ഭർത്താവ് നാട്ടുകാരെന്ത് വിചാരിക്കും, ആ ഒരു വിചാരം ഉള്ളതുകൊണ്ടാണ് അവരത് സഹിക്കുന്നത്. പക്ഷെ അറേബ്യയിലെ ഒരു സ്ത്രീ ആണെങ്കിൽ മോശമായി ഭർത്താവ് എന്തെന്നും പറഞ്ഞാൽ മതി, അപ്പോ അയാൾ ചവിട്ടി പുറത്താക്കും. ഖുർആൻ പഠിച്ച് ജീവിക്കുന്ന അറേബ്യയിലെ സ്ത്രീകളൊന്ന് പരിശോധിച്ച് നോക്കൂ. സൗദി അറേബ്യയിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും പിന്നെ സൗദി പല ഫോർവേഡ് ആയിട്ട് വന്നു. ചോദിച്ചു നോക്കി ഉത്തരം പറഞ്ഞു തരാം. ഞാൻ 15 വർഷം ജോലി ചെയ്തൊരു സ്ത്രീയാണ്. 15 വർഷം ഒറ്റ മിനിറ്റ് 15 വർഷം നിങ്ങൾ പറഞ്ഞതിന് ചോദിച്ചതിന് ഉത്തരമാണ് പറയുന്നത്. 15 വർഷം സൗദി അറേബ്യയിൽ അറബികളുടെ കൂടെ ജോലി ചെയ്ത ഒരു സ്ത്രീയാണ് ഞാൻ. 12 വർഷം കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ ഇരിപ്പിട്ട്, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അറബികളുടെ ഇടയിൽ അതിൽ ഒരൊറ്റ സ്ത്രീ പോലും, ഒരൊറ്റ അറബി സൗദി സ്ത്രീകൾ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ ഭർത്താവ് എന്നെ അടിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നേ. ഒരു കല്യാണം കഴിക്കും, അത് കഴിഞ്ഞ് വേറെ കല്യാണം കഴിക്കും. അപ്പൊ ഈ പെണ്ണിന് ഒരു ഫ്ലാറ്റും അതിൽ കുറെ മക്കളും, എന്നിട്ട് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാം. എന്നിട്ട് കുറച്ച് പൈസ വല്ല പെരുന്നാളിനെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അയാൾക്ക് ആ ഭർത്താവിന് തോന്നുമ്പോ അയാളുടെ ലിംഗം ഉദ്ധരിക്കുന്ന സമയത്ത് മാത്രം വന്നിട്ട് കൂടെ കിടന്നിട്ട് പോകും. ഇതൊക്കെ അനുഭവസ്ഥര് പറഞ്ഞ് കേട്ട് തഴമ്പിച്ച ആളാണ് ഞാൻ. അങ്ങനത്തെ എന്നോട് നിങ്ങൾ സൗദി അറേബ്യയിലെ കഥ പറയരുത്, ദയവ് ചെയ്തിട്ട്. സൗദിയിലെ ശരിയ ലോ അനുസരിച്ചാണോ അതോ ശരിക്കും ഇസ്ലാമിന്റെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ആയത്തിന്റെ അടിസ്ഥാനത്തിലാണോ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സൗദിയിലെ സ്ത്രീകൾ അങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ഷമീമയോടൊന്ന് ചോദിക്കായിരുന്നു. അതെ, അത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. അതായത് ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ കൂടെ ഉള്ള കാലം ജീവിക്കേണ്ട ആവശ്യമില്ല. ഭർത്താവ് വേണ്ടാത്തത് കാണിച്ചാൽ ഭർത്താവിനെ തിരിച്ചടിക്കാൻ ഭാര്യയ്ക്ക് അനുവാദം കൊടുക്കുന്ന ഖുർആനിലുള്ള ആയത്ത് ഏതാണ്? അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം സൗദിയിലെ ശരിയ നിയമം തിരിച്ചടിക്കാൻ പറ്റില്ലെങ്കിൽ അയാളെ ഉപേക്ഷിക്കുക, അത്രേ ഉള്ളൂ. ഈ ആയത്ത് നമ്മളെ ഓട്ടോ ഡിറ്റക്ട് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് കൊണ്ട് അത് പറഞ്ഞോട്ടെ. ജാഫ് പറഞ്ഞോളൂ, പക്ഷെ ആണിനെ തല്ലാൻ ഇസ്ലാമിൽ വകുപ്പുണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ. അല്ല, ആണിനെ സ്ത്രീക്ക് തല്ലാൻ പറ്റില്ല, ഭരണാധികാരിയാണ് ദൗത്യം നിർവഹിക്കുക. ഷമീമ കേട്ടല്ലോ. സ്ത്രീകൾക്ക് നേരെ അക്രമം നടത്തിയാൽ അവിടുത്തെ ഭരണാധികാരിയോട് കാദിയോട് പരാതിപ്പെടാം. കാദി തഹസീർ എന്ന് പറഞ്ഞ നടപടി അത് എന്തുമാവാം, അത് കാദി തീരുമാനിക്കുന്നതിനനുസരിച്ച്, അതായത് ഭരണാധികാരി തീരുമാനിക്കുന്നതിനനുസരിച്ചിരിക്കും. പറഞ്ഞതനുസരിച്ച് ഇപ്പം ഒരു സ്ത്രീ ഭാര്യ തെറ്റ് ചെയ്താൽ ഭർത്താവിന് ഡയറക്റ്റ് ആയിട്ട് അവളെ ഉപദേശിക്കാനും തല്ലാനും ഒക്കെ അധികാരമുണ്ട് എന്നും, തിരിച്ച് ഭർത്താവാണ് തെറ്റ് ചെയ്തതെങ്കിൽ തല്ലാനുള്ള അധികാരം ഭരണാധികാരിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം എന്നാണല്ലോ ഇപ്പൊ അതിന്റെ എന്ത് തെറ്റ് ചെയ്താലും സ്ത്രീക്ക് പുരുഷനെ അടിക്കാൻ അധികാരമില്ല എന്നും അത് ഭരണകൂടത്തിനുള്ളതാണെന്നും, നേരെ മറിച്ച് സ്ത്രീയാണ് തെറ്റുകാരിയെങ്കിൽ പുരുഷന് സ്ത്രീയെ തല്ലാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
അല്ല, നിങ്ങൾ ഈ അടി എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അത് പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കണം എന്ന് പറയുന്നത്. അടി എന്ന് പറഞ്ഞ അടി അത് സ്ത്രീയെ അല്ല, അടി എന്ന് പറഞ്ഞ അടിയല്ല. ഇസ്ലാമിക പക്ഷത്ത് നിന്നുള്ള അടി എന്താണ് എന്നുള്ളത് എനിക്ക് വിശദീകരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാ സ്ത്രീകൾക്കും പുരുഷനും കൂടെ ഉള്ള അവകാശം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ സ്ട്രെങ്ത് ആർക്കാണ് കൂടുതൽ. തിരിച്ച് ഭാര്യമാരടിക്കുമ്പോ തിരിച്ച് പുരുഷന്മാരടിച്ചാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും, അതെന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിച്ച് അറിയാം. അടി ഓരോരുത്തരുടെ ഫിസിക്കലി ഞാൻ അംഗീകരിക്കുക. നിങ്ങൾ പറയുന്ന മാതിരി മൈൽഡ് ആയിട്ടുള്ള അടി എന്ന് തന്നെ അല്ല, ഞാനത് വിശദീകരിച്ചേ പറ്റൂ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, ഇവിടെ ആള് പറയുന്നത് ആണുങ്ങൾക്ക് ഫിസിക്കലായിട്ട് കുറച്ചും കൂടി ശക്തി ഉള്ളത് കൊണ്ട് സ്ത്രീ അടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ കൂട്ടിച്ചേർക്കണം. മുത്തലാഖ് ചെല്ലുന്നത് പോലെ പുരുഷന് സ്ത്രീയെ ഒഴിവാക്കുന്നത് പോലെ സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാൻ സാധിക്കുമോ? ഇന്ത്യയിൽ സാധിക്കും. അത് വേറൊരു വിഷയമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അതായത് ഈ അടിക്കാം എന്ന് ഖുർആന്റെ വാചകം നമ്മൾ കണ്ടല്ലോ, ഇതിന് കുറേയധികം ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഇവരിങ്ങനെ അതുമായിട്ട് വരും. അതായത് പ്രവാചകൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങളൊന്നും തന്നെ. പ്രവാചകൻ മരണപ്പെട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 200-ലധികം വർഷങ്ങൾക്ക് ശേഷം വന്ന ആൾക്കാര്, പ്രവാചകനെ കണ്ടവര് പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ എഴുതി വെച്ചു ഇന്ന സമയത്താണ് ഈ വാചകം ഇറങ്ങിയത്. സബബുൻ നുസൂൽ എന്നാണ് അതിന് പറയുക, പശ്ചാത്തലം. അപ്പോൾ ഇതിറങ്ങിയ സാഹചര്യം ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ സാഹചര്യത്തിലാണ്, ഈ സന്ദർഭത്തിലാണ്, ഈ അവസരത്തിലാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചു. അത് കൊണ്ടുവരാൻ തന്നെ നാണമില്ലേ? ഒരു രക്ഷിതാവ് പറയുക പുരുഷന് കായിക ബലം കൊടുത്തിട്ട് നീ അവളെ അടിച്ചോടാ, ഒട്ടിച്ചനുസരിപ്പിച്ചോടാ. ഏറ്റവും നല്ല കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണ്. ആഹാ. അപ്പോൾ ക്ലബ് ഹൗസ് ഏതാണ്ട് പണി തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ജൂനിയർ മാൻഡ്രേക്കിന്റെ പ്രതിമ പണി തുടങ്ങിയതുപോലെ ജൂതനുണ്ടാക്കിയ മീഡിയകൾ ഇസ്ലാമിന് പണി കൊടുത്തു തുടങ്ങി. ഇനി ബാക്കി കാത്തിരുന്ന് കാണാം. നന്ദി.